സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. ഇതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ PSC പല പരീക്ഷകളായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കൂടുതലായിട്ടും ചെയ്യുന്നത് കോച്ചിങ് ക്ലാസ്സുകളിൽ പോകാൻ സാധിക്കാത്തവർക്ക് സ്വന്തമായിട്ട് റിവിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം. കണ്ണിലെ ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ ആണ്. മെലാനിൻ. ഇന്ത്യയിൽ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഏതൊക്കെ സമുദ്രങ്ങളെ തമ്മിലാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത്? പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സമുദ്രങ്ങളെ തമ്മിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിലാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയുമാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്നത് കബനി നദിയാണ്. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി നദി. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്നു. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1984 ആണ്. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984 സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം സിംഹവാലൻ കുരങ്ങാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യമാണ്. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ അറിയപ്പെടുന്നത് റോഡ് കോശങ്ങളാണ്. റോഡ് കോശങ്ങൾ. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കേളപ്പനെ പറ്റി പറഞ്ഞത് ആര്? കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കേളപ്പനെ പറ്റി പറഞ്ഞത് ആരാണ്? സുകുമാർ അഴീക്കോടാണ്. സുകുമാർ അഴീക്കോട്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ഏതാണ്? പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രമാണ് ദീപിക. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആര്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെട്ടത് ഏതാണ്? പയ്യന്നൂരാണ്. പയ്യന്നൂർ. അതുപോലെ രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടത് പയ്യന്നൂരാണ്. കേരളത്തില് ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പയ്യന്നൂരിലെ ഉളിയത്തുകടവിലാണ്. പയ്യന്നൂരിലെ ഉളിയത്തുകടവ്. അടുത്ത ചോദ്യം, 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കോറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കോറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. മാവ് പൊളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? മാവ് പൊളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ്.
ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദി. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം, സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷനാണ്. വില്യം ലോഗൻ കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5 ആണ്. ഏപ്രിൽ 5, 1957 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. ഏപ്രിൽ 5, 1957. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. പൂർണ്ണാന്തരിക പ്രതിഫലനം. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര്? മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ G.P. പിള്ളയാണ്. ബാരിസ്റ്റർ G.P. പിള്ള. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം ഏതാണ്? കേരളത്തിലെ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് കുണ്ടറയാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരളത്തിലെ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും കൂടുതൽ ഉള്ളത്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം. രക്തത്തിൽ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ്. പ്ലാസ്മ. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് മലയിലാണ്? അമ്പുകുത്തി മലയിലാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയാണ്? വയനാട് ജില്ല, അമ്പുകുത്തി മല. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ്? ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. എവിടത്തെ കലാപം അടിസ്ഥാനമാക്കിയാണ്? ബംഗാളിലെ സന്യാസി കലാപം അടിസ്ഥാനമാക്കിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത്. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണ്? ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് സിലിക്ക. SiO2. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് സിലിക്ക. SiO2. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പൈറക്സ് ഗ്ലാസ് ആണ്. പൈറക്സ് ഗ്ലാസ്. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ്? ദേശീയ ഗാനം ജനഗണമനയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ്? ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂർ ആണ്. ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂർ. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിതയാണ് KC ഏലമ്മ. KC ഏലമ്മ. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത്? വന്ദേ മാതരം ദേശീയ ഗീതം. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ ഘോഷാണ്. അരബിന്ദ ഘോഷ്. സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? സോഡിയം തയോസൈനേറ്റ് ആണ്. സോഡിയം തയോസൈനേറ്റ്. വാട്ടർ ഗ്ലാസിന്റെ രാസനാമം. വാട്ടർ ഗ്ലാസിന്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. സോഡിയം സിലിക്കേറ്റ് ആണ് വാട്ടർ ഗ്ലാസ്. സോഡിയം സിലിക്കേറ്റ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി. ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു? കാൽസ്യം ഓക്സലേറ്റ് ആണ്. കാൽസ്യം ഓക്സലേറ്റ് ആണ് ചേന മുറിക്കുമ്പോൾ ചൊറിച്ചിലിന് കാരണമാകുന്ന രാസവസ്തു. കേരള മൊപ്പാസം എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള മൊപ്പാസം എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്. തകഴി ശിവശങ്കരപിള്ളയാണ് കേരള മൊപ്പാസാങ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിളിക്കുന്ന ഭരണഘടനാ ഭാഗം മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബാലഗുരു എന്നറിയപ്പെട്ടത് വാഗ്ഭടാനന്ദനാണ്. ബാലഗുരു എന്നറിയപ്പെട്ടത് ആരാണ്? വാഗ്ഭടാനന്ദൻ.
ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാകുന്നത്? പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാവാനായിട്ട് ആരാണ് ഒപ്പുവെക്കേണ്ടത്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? കേരളത്തിന്റെ വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് എന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത് 16 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം, ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി? കൃഷ്ണരാജസാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. കൃഷ്ണരാജസാഗർ പദ്ധതി കാവേരി നദിയിലാണ്. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേര്? കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേരാണ് പ്രതീക്ഷ. റബ്ബറിന്റെ രാസനാമം എന്താണ്? റബ്ബറിന്റെ രാസനാമം പോളി ഐസോപ്രീൻ. റബ്ബറിന്റെ രാസനാമം പോളി ഐസോപ്രീൻ. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്? കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത്. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്നത് ലൈക്കോപ്പീൻ ആണ്. ലൈക്കോപ്പീൻ. പഴുത്ത തക്കാളിക്ക് എന്ത് നിറം നൽകുന്നു? ചുവപ്പ് നിറം നൽകുന്നു. ലൈക്കോപ്പീൻ. കാർഗിൽ യുദ്ധം നടന്ന വർഷം? കാർഗിൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1999 കാർഗിൽ യുദ്ധം നടന്നത്. 1999. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? സൂര്യനിൽ നിന്നുമുള്ള താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം? പ്രസാർ ഭാരതി നിലവിൽ വന്നത് 1997 1997 പ്രസാർ ഭാരതി നിലവിൽ വന്നത്. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം എന്നാണ്. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതായിരുന്നു? സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ഒപ്പുവെച്ചത് സിംല കരാറാണ്. സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? സുൽഫിക്കർ അലി ഭൂട്ടോ, ഇന്ദിരാഗാന്ധി എന്നിവർ. സിംല കരാർ ഏത് വർഷമാണ്? 1972. എന്തിനെ തുടർന്നാണ്? 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നുണ്ടായ കരാറാണ് സിംല കരാർ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം? മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ദുരവസ്ഥ എന്നത് ആരുടെ കൃതിയാണ്? കുമാരനാശാന്റെ കൃതിയാണ് ദുരവസ്ഥ എന്നത്. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? ഭരണഘടനയുടെ 3 ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നീ ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം അറിയപ്പെടുന്നത് അവശിഷ്ടാധികാരം എന്നാണ്. അവശിഷ്ട അധികാരം. 1958 ഒരണ സമരം നടന്നത് എവിടെയാണ്? ഒരണ സമരം നടന്നത് കുട്ടനാടിലാണ്. ഒരണ സമരം നടന്ന വർഷം ഏതാണ്? 1958. 1958 കുട്ടനാട്ടിലാണ് ഒരണ സമരം നടന്നത്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ് ആണ്. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 500 സെക്കൻഡ് അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ്. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും തരാം. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 500 സെക്കൻഡ് അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ്. ഏതു പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? നഗോഡകൾ എവിടത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു? നഗോഡകൾ പ്രധാനമായിട്ടും പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു. അവർ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്? ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ ആണ്. മീഥേൻ. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ശരീരോഷ്മാവ്
നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ഏതാണ്? ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്നത് പീഠഭൂമിയാണ്. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം പീഠഭൂമിയാണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നർ ആണ്. ആൽഫ്രഡ് വേഗ്നർ ആണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ആൽഫ്രഡ് വേഗ്നർ. കേരളത്തില് ശാസ്ത്രീയമായ കൃഷിരീതികൾ നടപ്പിലാക്കിയ യൂറോപ്യന്മാർ ആരാണ്? ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷിരീതികൾ കേരളത്തിൽ നടപ്പിലാക്കിയ യൂറോപ്യന്മാർ ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ ഏതാണ്? ടെക്ടോണിക് ബലങ്ങളാണ്. ടെക്ടോണിക് ബലങ്ങളാണ് ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. ടെക്ടോണിക് ബലങ്ങൾ. 1939 മെയ് ദിനം എന്ന കവിത എഴുതിയതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആരാണ്? കവിതയുടെ പേര് മെയ് ദിനം. ആർ സുഗതനാണ്. ആർ സുഗതൻ. ആർ സുഗതന്റെ കവിതയാണ് മെയ് ദിനം എന്നത്. 1939 മെയ് ദിനം എന്ന കവിത എഴുതിയതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? ആർ സുഗതൻ ആണ്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളായ കാലിബംഗൻ, രാഗിഗാർഹി എന്നിവ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്? സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളായിരുന്നു കാലിബംഗൻ, രാഗിഗാർഹി എന്നിവ. ഇവ സ്ഥിതി ചെയ്തിരുന്ന നദീതീരം ഗഗ്ഗറാണ്. ഗഗ്ഗർ നദീതീരത്താണ് കാലിബംഗൻ, രാഗിഗാർഹി എന്നിവ സ്ഥിതി ചെയ്തിരുന്നത്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി. റാണി ഗൈഡിലിയുവിനെയാണ്. റാണി ഗൈഡിലിയു ആണ് നാഗന്മാരുടെ റാണി എന്നറിയപ്പെട്ടത്. റാണി ഗൈഡിലിയുവിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ നാഗന്മാരുടെ റാണി എന്നറിയപ്പെട്ടത് റാണി ഗൈഡിലിയു ആണ്. റാണി ഗൈഡിലിയുവിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ ഡാഷിന് തുല്യമാണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ശ്യാംജി കൃഷ്ണവർമ്മ. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ ശ്യാംജി കൃഷ്ണവർമ്മ. നെടുങ്ങാട് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ച വർഷം. നെടുങ്ങാട് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ച വർഷം 2003 ആണ്. 2003. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതൽ ഉള്ള ജില്ല ഏതാണ്? കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതൽ ഉള്ള ജില്ല തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ല. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14 ആണ്. പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രിതം അറിയപ്പെടുന്നത്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രിതം അറിയപ്പെടുന്നത് വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രിതമാണ്. വസൂരി പരത്തുന്ന രോഗാണു ഏതാണ്? വസൂരി. വേരിയോള വൈറസ് ആണ്. വേരിയോള വൈറസ്. വസൂരി വരുത്തുന്നത് വൈറസ് ആണ്. വേരിയോള വൈറസ്. ബോട്ടുലിസത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ബോട്ടുലിസം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയയാണ് ബോട്ടുലിസത്തിന് കാരണമാകുന്നത്. ടെറ്റനസിന് കാരണമാകുന്ന ബാക്ടീരിയ. ടെറ്റനസിന് ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഏതുതരം സൂക്ഷ്മാണുവാണ് ടൈഫോയിഡ് പരത്തുന്നത്? ഏതുതരം സൂക്ഷ്മാണുവാണ് ടൈഫോയിഡ് പരത്തുന്നത്? ബാക്ടീരിയയാണ്. ടൈഫോയിഡ് പരത്തുന്ന ബാക്ടീരിയ ഏതാണ്? സാൽമൊണല്ല ടൈഫിയാണ്. സാൽമൊണല്ല ടൈഫി. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ഏത് വിഭാഗം വൈറസാണ്? ഡെങ്കിപ്പനി. ഫ്ലാവി വൈറസ് ആണ്. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് വൈറസാണ്. ഏത് വൈറസാണ്? ഫ്ലാവി വൈറസ്. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് ആര്? ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ.
ടി കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചത്. ടി കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ച പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചതാണ് ചരമഗതം എന്നത്. ചരമഗതം ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ്. ആരുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് പണ്ഡിറ്റ് കറുപ്പൻ ചരമഗതം എന്ന കൃതി രചിച്ചത്? ടി കെ മാധവന്റെ നിര്യാണത്തിലാണ്. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദിയാണ്. മിതവാദി. ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം റൈബോഫ്ലാവിനാണ്. റൈബോഫ്ലാവിൻ. ജ്ഞാനയോഗം, രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്. പുസ്തകങ്ങളുടെ പേര് ജ്ഞാനയോഗം, അടുത്തത് രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റി ഇഗ്നോ. കൂട്ടംകുളം സമരത്തിന്റെ നേതാവ് പി കെ കുമാരൻ മാസ്റ്ററാണ്. പി കെ കുമാരൻ മാസ്റ്റർ. എല്ല് വളമായി ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായി ഡാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. എല്ല് വളമായിട്ട് ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ഫോസ്ഫറസ്. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശമാണ്. നാഡീകോശം. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 14. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം. എഴുത്തച്ഛൻ പുരസ്കാരം 1993 എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1993. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ്. തെന്മല. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ ജില്ല. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് കൊല്ലമാണ്. കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ 1953 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയത്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്കയിലാണ്. ശ്രീലങ്ക. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭമാണ് ബുദ്ധമയൂരി. കേരളത്തിന്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ് താലൂക്കാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ല. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലമാണ് കണ്ടൽക്കാടുകൾ. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ആര്? കാർബൺ ഡൈ ഓക്സൈഡ് ജോസഫ് ബ്ലാക്ക് ആണ്. ജോസഫ് ബ്ലാക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഹരിതഗൃഹവാതകങ്ങളാണ്. ഹരിതഗൃഹവാതകങ്ങൾ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണ്? ഇന്ത്യയുടെ ഭൂവിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 3.28 ദശലക്ഷം കിലോമീറ്റർ. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കേരളത്തിന്റെ ഭൂവിസ്തൃതി എത്രയെന്ന് കമന്റ് ചെയ്യുക. കേരളത്തിന്റെ. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം ഏതാണ്? ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് 2013 2013. കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി. മക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? മക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ. അവസാനത്തെ ചോദ്യം, അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്നത് സീസിയം ആണ്. സീസിയം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.